ഹായ് ഗായ്സ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ദ ഓൾ ആൻഡ് ദ ചിമ്പാൻസി എന്നുള്ള ജോ കമാച്ചോ എന്ന ഒരു ഫിലിപ്പീനിയൻ പോയറ്റ് എഴുതിയിട്ടുള്ള പോയത്തെക്കുറിച്ചാണ്. ഓക്കെ, നമ്മളെ പോയറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഒരു ഫിലിപ്പീനിയൻ പോയറ്റാണ്. ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിൽ അതേപോലെ തന്നെ നമ്മളെ സൈക്കോളജിയിൽ ഡിഗ്രിയൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരു ഗ്രേറ്റ് ഹ്യൂമൻ ബീയിങ് ആണ് ജോ കമാച്ചോ എന്ന് പറയുന്ന റൈറ്റർ. ഓക്കെ, നമ്മളെ ഹ്യൂമൻസിനെ കുറിച്ചായിരുന്നു ജോ കമാച്ചോയുടെ അധിക തരത്തിലുള്ള വർക്ക്സും എഴുതിയിട്ടുണ്ടായിരുന്നത്. വിച്ച് മീൻസ് ഹ്യൂമൻ ഇമോഷൻസിനെ കുറിച്ച്, ഫീലിങ്സിനെ കുറിച്ച്, ഹ്യൂമൻസിൻ്റെ ഇൻ്റലക്റ്റിനെ കുറിച്ചൊക്കെ ആയിരുന്നു അധികവും നമ്മളെ ജോ കമാച്ചോ എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ നമുക്ക് ഒരു ഔളിനെയും കാണാൻ പറ്റുന്നുണ്ട്, ഒരു ചിമ്പാൻസിനെയും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ദ ചിംപാരഡോക്സ് തിയറി എന്ന് പറയുന്ന സ്റ്റീവ് പീറ്റേഴ്സിൻ്റെ ഒരു തിയറിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മളെ ജോ കമാച്ചോ എഴുതിയിട്ടുള്ളത്. ഓക്കെ, നമ്മളെ മനസ്സിനെ രണ്ട് വിഭാഗങ്ങളായിട്ട് ഈ തിയറിയിൽ, ചിംപാരഡോക്സ് തിയറിയിൽ സ്റ്റീവ് പീറ്റേഴ്സ് തിരിച്ചിട്ടുണ്ട്. അതിൽ ഔൾ എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റലക്ച്വൽ പാർട്ട്, നമ്മൾ ചിന്തിച്ചെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വരുന്നതാണ് ഇൻ്റലക്ച്വൽ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച്, അതിൻ്റെ നല്ലതും ചീത്തയൊക്കെ ആലോചിച്ച് നല്ലപോലെ അതിനെ നേരെ പോലെ ചെയ്യുന്ന രീതിയാണ് ഔൾ എന്നതിനോട് ഇവിടെ സിഗ്നിഫൈ ചെയ്യുന്നത്. ഇനി ചിമ്പാൻസി സിഗ്നിഫൈ ചെയ്യുന്നത് ഇമോഷണൽ പാർട്ട് ഓഫ് അവർ ബ്രെയിൻ അല്ലേ. പെട്ടെന്ന് സഡനായിട്ട് കരച്ചിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ആ പാർട്ട്, അതിൽ ടേക്ക് കെയർ ചെയ്യുന്ന നമ്മളെ ബ്രെയിനിൻ്റെ പാർട്ടിനെയാണ് ഇവിടെ ചിമ്പാൻസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ബ്രെയിൻ എന്ത് ചെയ്യാണ്, രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അതിൽ ഔളിനെ ഇൻ്റലക്ച്വൽ പാർട്ട് ഓഫ് അവർ ബ്രെയിനുമായിട്ടും നമ്മളെ ചിമ്പാൻസിനെ ഇമോഷണൽ പാർട്ട് ഓഫ് അവർ ബ്രെയിനുമായിട്ടുമാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇമോഷണൽ പാർട്ട് ഓഫ് അവർ ബ്രെയിൻ എന്ന് പറയുന്നത് സഡൻ ആയിട്ട് ഉണ്ടാവുന്ന നമ്മളുടെ ഇമോഷൻസ് ആണ്. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഒന്നും ചിന്തിക്കാതെ, ഒന്ന് ആലോചിക്കുകയോടും ചെയ്യാതെ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന പാർട്ട് ഓഫ് ബ്രെയിൻ ആണ് നമ്മുടെ ഇമോഷണൽ പാർട്ട് ഓഫ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഇന്റലക്ച്വൽ പാർട്ട് ഓഫ് ബ്രെയിൻ അല്ലെങ്കിൽ തിങ്കിങ് പാർട്ട് ഓഫ് അവർ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ആ സാഹചര്യത്തെ നേരിടാൻ വേണ്ടി ചിന്തിച്ച്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ സാഹചര്യത്തെ ഒന്ന് അപഗ്രഥിച്ചുകൊണ്ട് നമ്മൾ ഇൻ്റലക്ച്വലായിട്ട് നേരിടും, ഒന്ന് ചിന്തിച്ചുകൊണ്ട് അതിനെങ്ങനെ നേരിടാം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നതാണ്. ഒന്ന് ആലോചിക്കല്ലോ, ആ ആലോചന നടക്കുന്ന നമ്മളുടെ ബ്രെയിനിൻ്റെ പാർട്ടാണ് ഇൻ്റലക്ച്വൽ പാർട്ട് ഓഫ് അവർ ബ്രെയിൻ ഓർ തിങ്കിങ് പാർട്ട് ഓഫ് അവർ ബ്രെയിൻ. ഇത് ചിംപാരഡോക്സ് തിയറി എന്ന് പറയുന്ന സ്റ്റീവ് പീറ്റേഴ്സിൻ്റെ തിയറിയാണ്. ഓക്കെ, നമ്മളുടെ ഹ്യൂമൻ ബിഹേവിയറിനെയാണ് ഇവിടെ ഇതിലൂടെ സ്റ്റീവ് പീറ്റേഴ്സ് സിഗ്നിഫൈ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഔളിനെയും ചിമ്പാൻസിനെയും വെച്ചുകൊണ്ട് നമ്മളെ മനസ്സിലുണ്ടാവുന്ന ബിഹേവിയറിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ചുകൊണ്ടൊക്കെ നമ്മളുടെ ജോ കമാച്ചോ എഴുതിയിട്ടുള്ള ഒരു പോയമാണ് ദ ഔൾ ആൻഡ് ദ ചിമ്പാൻസി എന്ന് പറയുന്ന പോയം. ഓക്കെ, അപ്പോൾ ഓർക്കുക, ഔൾ എന്ന് പറയുന്നത് നമ്മളുടെ ഇന്റലക്ച്വൽ പാർട്ട് ഓഫ് അവർ ബ്രെയിൻ, ചിമ്പാൻസി എന്ന് പറയുന്നത് എന്താണ്, ഇമോഷണൽ പാർട്ട് ഓഫ് അവർ ബ്രെയിൻ. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന നമ്മളുടെ ചിമ്പാൻസിനെ ഓർമ്മിക്കുക. നമ്മളുടെ ഒന്ന് ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന രീതിയെ നമ്മൾ ഔളായിട്ടും കണക്കാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പോയത്തിൽ ഔളിനെയും ചിമ്പാൻസിനെയും കാണാൻ പറ്റുന്നുണ്ട്. ഔളിനെ കാണുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, ഇറ്റ്സ് എ പാർട്ട് വെർ അവർ ബ്രെയിൻ തിങ്സ് അല്ലെ. നമ്മൾ ചിന്തിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെ ബിഹേവിയറൽ ചേഞ്ചസ് ആണ് എന്ത്, ഔൾ എന്ന് പറയുന്നത്. ഇമോഷണൽ പാർട്ട് ഓഫ് ബ്രെയിൻ, പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന പാർട്ട് ഓഫ് ബ്രെയിൻ ആണ് ചിമ്പാൻസി എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ പോയം. നമുക്ക് വേറെ രീതിയിൽ കൂടെ പറയാം, വൈസ് പാർട്ട് ഓഫ് അവർ ബ്രെയിൻ അല്ലെ, ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന പാർട്ട് ഓഫ് ബ്രെയിൻ ആണ് ഔൾ എന്ന് പറയുന്നത്. ഇമോഷണലായിട്ട് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവുന്ന നമ്മളുടെ പാർട്ട് ഓഫ് ബ്രെയിൻ ആണ് ചിമ്പാൻസി എന്ന് പറയുന്നത്. ഇത് മനസ്സിലുണ്ടാവുക, എന്നിട്ട് വേണം നിങ്ങൾ ഈ പോയം അനലൈസ് ചെയ്യാനായിട്ട്. ഓക്കെ, the owl and the chimpanzee went to the sea in a beautiful boat called the mind. നമ്മളെ എന്ത് ചെയ്യണം, മൈൻഡ്, നമ്മളെ ബ്രെയിനിനെ തന്നെയാണ് ആദ്യം പറയുന്നത്. നമ്മൾ ഇമോഷണൽ പാർട്ടും ഇന്റലക്ച്വൽ പാർട്ടും എന്താണ്, മൈൻഡ് എന്ന് പറയുന്ന ഒരു ബോട്ടിൽ കയറിയിട്ട് ഒരു സീയിലേക്ക് പോവാണ്, ഒരു കടലിലേക്ക് പോവാണ്. ഇവിടെ നമുക്ക് ബോട്ട് സിഗ്നിഫൈ ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെയാണ്. നമ്മളെ മനസ്സിലുണ്ടാവുന്ന ചിന്താഗതികളെ അല്ലെങ്കിൽ ചിന്താ പ്രവർത്തനങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. സി എന്ന് പറയുന്നത് നമ്മൾ ചിന്തകളെയാണ് സിയുമായിട്ടും കമ്പയർ ചെയ്യുന്നത്. നമ്മുടെ ചിന്താശേഷി എന്ന് പറയുന്നത് ലിമിറ്റഡ് അല്ല അല്ലെ, ഏത് വേണമെങ്കിലും നമുക്ക് ചിന്തിച്ച് കാട് കയറുക എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഈ ചിന്തിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാണ്, നമ്മളുടെ ഇന്റലക്ച്വൽ പാർട്ടും നമ്മൾ ഇമോഷണൽ പാർട്ടും കൂടെ എന്ത് ചെയ്യാണ്, ഒരു ബോട്ടിൽ, നമ്മളുടെ ചിന്തയാവുന്ന ബോട്ടിൽ കയറിയിട്ട് ഒരു യാത്ര ആരംഭിക്കുകയാണ്. വിച്ച് മീൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇമോഷണൽ പാർട്ടും ഉണ്ട്, ഇന്റലക്ച്വൽ പാർട്ടും ഉണ്ട് നമ്മളുടെ ബ്രെയിനിന്. ദ ഔൾ വാസ് സെൻസിബിൾ അല്ലെ, നമ്മൾ ഇന്റലക്ച്വൽ പാർട്ട് ഓഫ് ബ്രെയിൻ ആണ് ഔൾ എന്ന് പറയുന്നത്. ഔൾ എന്താണ്, സെൻസിബിൾ ആണ്, ഇന്റലക്റ്റ് ആണ്, ബുദ്ധിയുള്ളവനാണ്, ചിന്തിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നവനാണ്.
ക്ലെവർ സ്മാർട്ട് അല്ലെ. നമ്മൾ ഇന്റലക്ച്വൽ പാർട്ട് ഓഫ് അവർ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ ആലോചിച്ച് നല്ല പക്വതയോടെയൊക്കെ ആലോചിച്ച് അപഗ്രഥിച്ച് നല്ല പക്കായിട്ട് റീസൺ എടുക്കുന്ന രീതിയാണ് ഔൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പാർട്ട് ഓഫ് അവർ ബ്രെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിങ്കിങ് പാർട്ട് ഓഫ് അവർ ബ്രെയിൻ എന്ന് പറയുന്നത്, ഒരു കാര്യം തീരുമാനിക്കുമ്പോഴൊക്കെ. അതുകൊണ്ട് തന്നെ ഔൾ എന്താണ്? സെൻസിബിൾ ആണ്, ക്ലെവർ ആണ്, സ്മാർട്ട് ആണ്. ദ ചിംപ് വാസ് എ ലിറ്റിൽ ബിഹൈൻഡ് ദ ഓൾ മേഡ് ദ ഡെസിഷൻസ് അല്ലെ. ചിമ്പാൻസി എന്ന് പറയുന്നത് എന്താ? ഇമോഷണൽ പാർട്ട് ഓഫ് അവർ ബ്രെയിൻ, ബ്രേക്ക് ഡൗൺസ് ആണ് അല്ലെ. അവര് നമ്മളെ ഇമോഷണൽ പാർട്ട് ഓഫ് ബ്രെയിൻ അല്ലെങ്കിൽ ചിമ്പാൻസി ഔളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ഔളിന്റെ അത്ര ബുദ്ധിമാനമൊന്നും അല്ല, പെട്ടെന്ന് ഉണ്ടാവുന്ന ഇമോഷൻസിനെ ബേസ് ചെയ്ത് നടക്കുന്നതാണ് ചിമ്പാൻസിയുടെ ഇമോഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇമോഷണൽ പാർട്ട് ഓഫ് അവർ ബ്രെയിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഔളിനേക്കാളും കുറച്ച് പിന്നിലാണ് ചിമ്പാൻസിനെ നമ്മൾ കാണാനായിട്ട് പറ്റുന്നത്. ആലോചിക്കുക, ഔൾ എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ പാർട്ട് ഓഫ് അവർ ബ്രെയിൻ വിച്ച് വി യൂസ്ഡ് ബൈ തിങ്കിങ് അല്ല, നല്ലോണം ആലോചിച്ചെടുക്കുന്ന ഡെസിഷൻസ്, തീരുമാനങ്ങളൊക്കെയാണ് ഔള്. ചിമ്പാൻസി എന്ന് പറയുന്നത് എന്താണ്? സഡൻ ആയിട്ടുള്ള ഇമോഷണൽ ഔട്ട് ബ്രേക്ക് ആണ് ചിമ്പാൻസി. അതുകൊണ്ട് തന്നെ എന്താണ്? ഔളിന്റെ പിന്നിലാണ്, അത്ര ബുദ്ധിയൊന്നും ഇല്ലാത്ത ആളാണ് ചിമ്പാൻസി എന്ന് പറയുന്നത്. അധികം ആലോചനയൊന്നുമില്ലല്ലോ, പെട്ടെന്ന് ഇമോഷണൽ ആവുകയാണ്. ദ ഔൾ മേഡ് ഡെസിഷൻസ് അല്ലെ. തീരുമാനം എടുക്കാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആലോചിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ ആരുടെ ഡെസിഷൻസ് അല്ലെങ്കിൽ അതൊക്കെ ആരാ ചെയ്യുന്നത്? നമ്മളെ ഔളാണ്, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പാർട്ട് ഓഫ് അവർ ബ്രെയിൻ. ബേസ്ഡ് ഓൺ ഫാക്ട് ആൻഡ് ന്യൂ വേർ ടു സ്റ്റിയർ ഇറ്റ്സ് ഷിപ്പ് അല്ലെ. അത് ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ട് തന്നെ ഫാക്റ്റുകളെ, സത്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മൈൻഡിനെ സ്റ്റിയർ ചെയ്യാന്ന് പറഞ്ഞാൽ മൈൻഡിനെ എങ്ങനെ പിടിച്ചു നിർത്തണം, മൈൻഡിനെ എങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഔളാണ്. ഇന്റലക്ച്വൽ പാർട്ട് ഓഫ് അവർ ബ്രെയിൻ ആണ്. നമ്മളെ ബ്രെയിനിനെ രണ്ടാക്കി കണ്ടാൽ മതി നിങ്ങൾ. നമ്മളെ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരുന്നത്, ആലോചിച്ച് കാട് കയറാതെ തിരിച്ചു കൊണ്ടുവരാനൊക്കെ സഹായിക്കുന്നത് ആരാണ്? നമ്മളുടെ ഇന്റലക്ച്വൽ പാർട്ട് ഓഫ് അവർ ബ്രെയിൻ വിച്ച് ഈസ് ഔൾ. ഓക്കെ. ദ ചിം റിയാക്ട് എ ലിറ്റിൽ ടു ഫാസ്റ്റ് അല്ലെ. ഇമോഷണൽ ഔട്ട് ബ്രേക്ക് എന്ന് പറയുന്നത് എന്താണ്? സഡൻ ആയിട്ട് ഒരു ആലോചന ഇല്ലാതെ നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചിമ്പാൻസി എന്ത് ചെയ്യുന്നുണ്ട്? സഡൻ ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് അല്ലെ. വളരെ വേഗത്തിലാണ് അവന്റെ റിയാക്ഷൻ. പെട്ടെന്നൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഒന്നും ആലോചിക്കാതെ ഇരുന്ന് കരയുക അല്ലെങ്കിൽ ചിരിക്കുക. പക്ഷേ ഇന്റലക്ച്വൽ പാർട്ട് ഓഫ് ബ്രെയിൻ എങ്ങനെയാ? ഔൾ എങ്ങനെയാണ്? ആലോചിച്ച് ആ സിറ്റുവേഷനൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് ആലോചിച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുള്ളൂ. മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവും ഔളിനാണ്. ഓക്കെ. And often the boat would tip, the waves would come and crash abroad, the chimp would start to cry അല്ലെ. ഈ ചിമ്പാൻസിന്റെ ഡെസിഷൻസ്, മൈൻഡിന്റെ ഇമോഷണൽ പാർട്ട് ഓഫ് അവർ ബ്രെയിനിന്റെ ഇമോഷൻസ് ഒക്കെ അല്ലെങ്കിൽ തീരുമാനങ്ങളൊക്കെ സഡൻ ആയതുകൊണ്ട് തന്നെ എന്തുണ്ട്? ഈ ബോട്ട് എന്നുള്ളത് മൈൻഡാണെന്ന് ഓർക്കുക. ബോട്ട് ഇടയ്ക്കിടയ്ക്ക് കിടന്ന് ഇങ്ങനെ ആടുന്നുണ്ട്, ഉലയുന്നുണ്ട്, എവിടെയെങ്കിലുമൊക്കെ പോയി തട്ടുന്നുണ്ട്. നമ്മൾ ഇമോഷണലി വീക്ക് ആവുന്നതാണ് ഇവിടെ സിംബലൈസ് ചെയ്യുന്നത്. ക്രാഷ് അബ്രോഡ്, എവിടെയെങ്കിലുമൊക്കെ പോയി ഇടിക്കുന്നുണ്ട്. ദ ചിം വുഡ് സ്റ്റാർട്ട് ടു ക്രൈ. ഇങ്ങനെ മൂപ്പരുടെ ഔട്ട് ബ്രേക്ക് കൊണ്ട് തന്നെ ഇമോഷണലി ഇങ്ങനെ വീക്ക് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മൈൻഡ് പതറുന്നുണ്ട്, എവിടെയെങ്കിലും പോയി മൈൻഡ് ഇടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേദനകൾ മനസ്സിനുള്ളിൽ തന്നെ സംഭവിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ചിമ്പാൻസി ഇത് കണ്ട ഉടനെ കരയാനായിട്ട് തുടങ്ങും. നമുക്ക് ഇമോഷണൽ ഔട്ട് ബ്രേക്ക് സംഭവിക്കുകയാണ്. നമ്മളെ മൈൻഡിനാണ് പറയുന്നത് അല്ലെ. ചിമ്പാൻസി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇമോഷണൽ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രേക്ക് ആവുന്നുണ്ട്. ലാർജ് ടിയേഴ്സ് വുഡ് റോൾ റൈറ്റ് ഡൗൺ ഹിസ് ഫേസ് അല്ലെ. നമ്മളെ ഇമോഷണൽ പാർട്ട് ഓഫ് ബ്രെയിനിൽ എന്ത് ചെയ്യാണ്? ആള് കരയാനായിട്ട് തുടങ്ങും. വലിയ കണ്ണുനീർത്തുള്ളികൾ അവന്റെ മുകളിലൂടെ, എന്റെ മേലിലൂടെ അങ്ങനെ ഒറ്റിട്ട് വീഴാനായിട്ട് തുടങ്ങുന്നത്. അഫ്രൈഡ് ദാറ്റ് ഹി വുഡ് ഡൈ. അവനെന്താണ്? പേടിയാണ്, നമ്മൾ മരിക്കുമോ എന്നുള്ള പേടിയാണ് അല്ലെ. രണ്ട് മനസ്സിനെ പറയുന്നത് ഇമോഷണൽ മൈൻഡ്, ഇന്റലക്ച്വൽ മൈൻഡ്. ഇവിടെ ചിമ്പാൻസിനെയാണ് പറയുന്നത് ഇമോഷണൽ മൈൻഡിൽ. എപ്പോഴും ഇമോഷണലായി തീരുമാനങ്ങളൊക്കെ സഡൻ ആക്കി എടുത്ത് പൊട്ടത്തരങ്ങൾ ചെയ്ത് പിന്നീട് ഇന്ന് കരയുന്ന ഒരാളായിട്ടാണ് ചിമ്പാൻസിയെ കമ്പയർ ചെയ്യുന്നത്. ദ മൈൻഡ് ഓഫ് human which is emotional. The chimp and the owl would wrestle at night and the world was quiet and still അല്ലെ. രാത്രിയിൽ നമ്മൾ പണ്ട് നടന്ന കാര്യങ്ങളെ പുറത്ത് ഇങ്ങനെ ആലോചിച്ച് കാട് കയറുക എന്ന് പറയില്ലേ. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് ഈ ആലോചനകളൊക്കെ വരുന്നത്. സ്വസ്ഥമായിട്ട് കിടക്കുമ്പോൾ ഒരാവശ്യമില്ലാതെ പണ്ടത്തെ ഏതെങ്കിലുമൊക്കെ കാര്യം ആലോചിച്ചിട്ട് നമ്മൾ ഇമോഷണൽ ആവുക. പണ്ടത്തെ കാമുകീനെ ഓർത്തിട്ടോ, അല്ലെങ്കിൽ പണ്ട് ചെയ്തിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ഓർത്തിട്ടോ, നമ്മളുടെ മരിച്ചുപോയ ഒരു സുഹൃത്തിനെ കുറിച്ച് ഓർത്തിട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇമോഷണൽ ആവുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇന്റലക്ച്വൽ പാർട്ട് നമ്മളെ പറയുന്നുണ്ട്, ആളൊന്നും ആലോചിക്കേണ്ട, വേണ്ട, ആവശ്യമില്ല, കഴിഞ്ഞ കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ആലോചിപ്പിക്കുന്നുണ്ട്, നമ്മളെ ഇന്റലക്ച്വൽ പാർട്ട് ഓഫ് ബ്രെയിൻ. പക്ഷെ ഇമോഷണൽ പാർട്ടും ഇന്റലക്ച്വൽ പാർട്ടും തമ്മിൽ എന്തുണ്ട്? എന്നും രാത്രിയും യുദ്ധം നടക്കാറുണ്ട് അല്ലെ. നമ്മൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഔള് നമ്മളോട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പാർട്ട് ഓഫ് അവർ ബ്രെയിൻ, തിങ്കിങ് പാർട്ട് ഓഫ് അവർ ബ്രെയിൻ പറയുന്നുണ്ട്, കഴിഞ്ഞ കാര്യമാണ്, ഇതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ സ്റ്റിൽ ആലോചിക്കുന്നുണ്ട്. ഇങ്ങനെ ഇന്റലക്ച്വൽ പാർട്ട് ഓഫ് ബ്രെയിനും നമ്മൾ ഇമോഷണൽ പാർട്ട് ഓഫ് ബ്രെയിനും എന്നും രാത്രി അടി നടക്കാറുണ്ട് അല്ലെ. ഞാൻ പറഞ്ഞു, നമ്മളെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്, ആലോചിച്ച് പിടിച്ചു കൊണ്ടുവരുന്ന ആരാണ്? ഔളാണ്, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പാർട്ട് ഓഫ് അവർ ബ്രെയിൻ ആണ്.
അല്ലെ എന്ന് രാത്രി എന്ത് ചെയ്യാറുണ്ട് ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ ഇവർ രണ്ടുപേരും ഈ ഔളും ചിമ്പാൻസിയും ഇതിന്റെ ഇമോഷണൽ പാർട്ട് ഓഫ് അവർ ബ്രെയിനും ഇന്റലക്ച്വൽ പാർട്ട് ഓഫ് അവർ ബ്രെയിനും എന്ത് ചെയ്യാറുണ്ട് അടി കൂടാറുണ്ട്. The chimp would jump up and rock the boat, and the boat would start to fill. Then the owl stepped in, the grabbed a pail and started to empty out. Pail എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് നമ്മളെ ബോട്ടിലൊക്കെ കാണുന്നത്. എന്ത് ചെയ്യും നമ്മളെ ചിമ്പാൻസി ഇന്നും രാത്രി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇമോഷണൽ ആയിട്ടിരുന്ന് ബോട്ടിനെ പിടിച്ച് കുലുക്കാനായിട്ട് തുടങ്ങും. ബോട്ട് എന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡാണ്, ഹ്യൂമന്റെ മൈൻഡാണ്. ഈ ഹ്യൂമന്റെ മൈൻഡിനെ എന്ത് ചെയ്യുന്നുണ്ട് പിടിച്ച് ഉലയ്ക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് പിടിച്ചുലയ്ക്കുമ്പോൾ നമ്മളെ ബോട്ടിലേക്ക് വെള്ളം കയറുന്ന പോലെ തന്നെ നമ്മളെ മനസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട് സങ്കടങ്ങൾ നിറയുന്നുണ്ട്, അല്ലെങ്കിൽ ദുഃഖങ്ങൾ കിടന്ന് നിറയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ബോട്ടിൽ വെള്ളം കയറുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താ, ഈ ചിമ്പാൻസി സാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷണൽ മൈൻഡ് ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ദുഃഖം കയറി വരുന്നുണ്ട്, അല്ലെങ്കിൽ സങ്കടങ്ങൾ കയറി വരുന്നുണ്ട്. അങ്ങനെ ആ ബോട്ട് മൈൻഡായ അല്ലെങ്കിൽ മനസ്സായ നമ്മളുടെ ആ ബോട്ട് എന്ത് ചെയ്യാണ് അവിടെ നനയാനായിട്ട് തുടങ്ങുകയാണ്. ഓക്കെ, ആൻഡ് ദ ബോട്ട് വുഡ് സ്റ്റാർട്ട് ടു ഫിൽ അല്ലെ, വെള്ളം കയറി നിറയാനായിട്ട് തുടങ്ങും. ആൻഡ് ദ ഓൾ സ്റ്റെപ്ഡ് ഇൻ ആൻഡ് ഗ്രാബ് ദ പെയിൽ ആൻഡ് സ്റ്റാർട്ടഡ് ടു എംപ്റ്റി ഔട്ട്. അപ്പോഴാണ് അവള് നമ്മളെ ഇന്റലക്ച്വൽ പാർട്ട് ഓഫ് ബ്രെയിൻ പറയുന്നത് ഇത്ര ഇമോഷണൽ ആവണ്ട, കഴിഞ്ഞു പോയ കാര്യമാണ്, ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബക്കറ്റും എടുത്തിട്ട് നമ്മളെ മനസ്സിലുള്ള ദുഃഖങ്ങളൊക്കെ കോരിക്കളയാനായിട്ട് തുടങ്ങുന്നത്. ഒരു ബോട്ടിൽ നിന്ന് വെള്ളം കോരിക്കളയുന്ന പോലെ നമ്മളെ മനസ്സിൽ നിന്ന് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കളയാനായിട്ട് ആര് തുടങ്ങുന്നുണ്ട്, അവള് തുടങ്ങുന്നുണ്ട്. And the chimp would start to get quiet crows and would often scream and shout. The battle continued night and after night. പിന്നെ നമ്മൾ അവള് ചിമ്പാൻസിയിലുള്ള ഒരു യുദ്ധമാണ് അവിടെ നടക്കുന്നത്. എന്ത് ചെയ്യും, നമ്മളെ തന്നെ സമാധാനിപ്പിക്കാൻ നോക്കും, കഴിഞ്ഞു പോയ കാര്യമാണ്. ഇന്റലക്ച്വൽ പാർട്ട് ഓഫ് ബ്രെയിൻ ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്, പക്ഷേ ഇമോഷണൽ പാർട്ട് ഓഫ് ബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ അറ്റ് ദ സെയിം ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. ഇയാൾ ഇങ്ങനെ ഇമോഷണൽ ആവും, ഇന്റലക്ച്വൽ പാർട്ട് ഓഫ് ബ്രെയിൻ അവിടെ നമ്മളിങ്ങനെ വലിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. വേണ്ട, അത് ഓർമ്മിക്കേണ്ട, അതിന്റെ ആവശ്യമില്ല, കഴിഞ്ഞതാണ്, അത് ഓർമ്മിച്ചാൽ വിഷമിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും നമ്മളെ പിടിച്ച് വലിക്കുന്നുണ്ട് നമ്മളുടെ മനസ്സിൽ അല്ലേ. നമ്മൾ ഇമോഷണൽ പാർട്ട് ഓഫ് ബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ സങ്കടങ്ങൾ ഓർത്ത് ആ ദുഃഖങ്ങൾ ഓർത്ത് അവിടെ കിടന്ന് കരയുന്നുണ്ട്, അലറുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ. ദ ബാറ്റിൽ കണ്ടിന്യൂ നൈറ്റ് ആഫ്റ്റർ നൈറ്റ് അല്ലെ, എല്ലാ രാത്രിയിലും ഈ യുദ്ധം ഇങ്ങനെ നടക്കുന്നുണ്ട്. നമ്മൾ ഇമോഷണൽ പാർട്ട് ഓഫ് ബ്രെയിനും ഇന്റലക്ച്വൽ പാർട്ട് ഓഫ് ബ്രെയിനും അല്ലെ. ഇന്റലക്ച്വൽ പാർട്ട് ഓഫ് ബ്രെയിൻ ആണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, പക്ഷെ ഇമോഷണൽ പാർട്ട് ഓഫ് ബ്രെയിൻ നമ്മൾ ഔട്ട് ബ്രേക്ക് സംഭവിക്കുന്നുണ്ട്. Until the chimp started to see that if let the owl take control, a more peaceful night it would be. എത്രത്തോളം രാത്രികൾ ആ ഫൈറ്റ് നടക്കുന്നുണ്ട്, ഇന്ന് മുതൽ അവളാണ് ഈ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരുന്നത്. അവൾ എന്ത് ചെയ്യാണ്, ആ മനസ്സിലെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ ഇമോഷണൽ ആവണ്ട, അത് മറക്കേണ്ട കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മനസ്സിലെ സ്റ്റിയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരുന്നത് നമ്മൾ ഇമോഷണൽ പാർട്ട് ഓഫ് മൈൻഡ് അല്ല, നമ്മുടെ ഇന്റലക്ച്വൽ പാർട്ട് ഓഫ് മൈൻഡ് ആണ്. ഇമോഷണൽ പാർട്ട് ഓഫ് മൈൻഡിൽ നിന്ന് നമ്മളെ റിയാലിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് നമ്മുടെ ഇന്റലക്ച്വൽ പാർട്ട് ഓഫ് ബ്രെയിൻ ആണ്, അല്ലെങ്കിൽ തിങ്കിങ് പാർട്ട് ഓഫ് അവർ ബ്രെയിൻ ആണ് അല്ലേ. അപ്പൊ അതാണ് ഈ പോയത്തിൽ പറയുന്നത് അല്ലെ. നമ്മളെ ബോഡിയിൽ അല്ലെങ്കിൽ മനസ്സിന്റെ കൺട്രോൾ ഏറ്റെടുക്കുന്നത് ഇന്റലക്ച്വൽ പാർട്ട് ഓഫ് ബ്രെയിൻ ആണ്, നമ്മൾ ഇമോഷണൽ ഔട്ട് ബ്രേക്കിലേക്ക് കൊണ്ടുപോകുന്നത് ഇമോഷണൽ പാർട്ട് ഓഫ് ബ്രെയിൻ ആണ്, അല്ലെങ്കിൽ ചിമ്പാൻസി. ഇന്റലക്ച്വൽ എന്ന് പറയുന്നത് ഔള്, ഇമോഷണൽ എന്ന് പറയുന്നത് ചിമ്പാൻസി. ഓക്കെ, അപ്പൊ നമ്മുടെ മനസ്സിൽ നടക്കുന്ന സംഘടനകളെ കുറിച്ചിട്ട് ഈ ഹ്യൂമൻ മൈൻഡിനെ നമ്മളുടെ പാരഡോക്സ് തിയറി സ്റ്റീവ് പീറ്റേഴ്സിന്റെ വെച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരു പോയമാണ് ജോ കമാച്ചോന്റെ ഇവിടെ തന്നിട്ടുള്ള പോയം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയമാണ്, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.